ഹായ് എവ്രിവൺ. +2 എക്സാം കഴിഞ്ഞ് ഇനി ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം എന്നതിനെ പറ്റി ചിന്തിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾ ഓരോരുത്തരും, അല്ലേ? മെഡിക്കൽ ഫീൽഡിലേക്കുള്ള പഠനങ്ങളെ പറ്റി ചിന്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഇൻഫോർമേഷനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. മെഡിക്കൽ കോഴ്സുകൾ പഠിക്കാമെന്ന് കരുതുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് എൻട്രൻസ് എക്സാം എഴുതി അഡ്മിഷൻ എടുക്കുന്ന കോഴ്സുകൾ എന്നാണ്. എങ്കിൽ അങ്ങനെയല്ല. എൻട്രൻസ് എക്സാം എഴുതാതെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്ന 25ഓളം പാരാമെഡിക്കൽ കോഴ്സുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇനി എങ്ങനെ ഈ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാം? LBS, ലാൽ ബഹദൂർ ശാസ്ത്രി സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, ഇതിലൂടെയാണ് ഈ കോഴ്സുകൾക്ക് നമ്മൾ അപേക്ഷിക്കേണ്ടത്. കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലോ ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ LBS സെന്ററിലൂടെ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. 9 പാരാമെഡിക്കൽ ബാച്ചിലർ ഡിഗ്രി കോഴ്സുകളും 16ഓളം പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളും ഉൾപ്പെടെ ഏകദേശം 25ഓളം പാരാമെഡിക്കൽ കോഴ്സുകളാണ് എൻട്രൻസ് എക്സാം ഇല്ലാതെ കേരളത്തിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതിൽ പാരാമെഡിക്കൽ ബാച്ചിലേഴ്സ് ഡിഗ്രി കോഴ്സുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ BSc MLT, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. 4 വർഷത്തെ കോഴ്സാണ്. ഈ ഒരു കോഴ്സിൽ നമ്മൾ ലബോറട്ടറി ടെക്നിക്സ്, ലബോറട്ടറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് എക്യുപ്മെന്റ്സ് ഇതിനൊക്കെ പറ്റിയാണ് പഠിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ BSc പെർഫ്യൂഷൻ ടെക്നോളജി. പെർഫ്യൂഷൻ ടെക്നോളജി കോഴ്സ് 3 വർഷത്തെ കോഴ്സ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് കൂടെ വരുന്നുണ്ട്. ഈ ഒരു കോഴ്സിൽ ഹൃദയ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സിനെ പറ്റിയിട്ടുള്ള പഠനമാണ്. ടോട്ടൽ 4 ഇയർ, 3 ഇയർ ക്ലാസ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് ആണ് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് BSc MRT, മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി. ഈ ഒരു കോഴ്സും 4 വർഷത്തെ കോഴ്സാണ്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് മെഡിക്കൽ ഇമേജിംഗ് അതുപോലെ ക്യാൻസർ ട്രീറ്റ്മെന്റുകളൊക്കെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്. ദെൻ അടുത്തത് വരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഓപ്റ്റ് ചെയ്യുന്ന BSc ഒപ്റ്റോമെട്രി ആണ്. ഒപ്റ്റോമെട്രി കോഴ്സ് പറയുമ്പോൾ ഐ ഡിസീസസ്, ഐ കെയർ, അതായത് നേത്ര സംബന്ധമായ രോഗങ്ങൾ, അതിന്റെ ചികിത്സാ രീതികളൊക്കെ പറ്റി ഡീൽ ചെയ്യുന്ന കോഴ്സാണ് BSc ഒപ്റ്റോമെട്രി. ഇത് 3 ഇയർ കോഴ്സാണ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് കൂടെ വരുന്നുണ്ട്. അടുത്തൊരു കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും, BSc ഫിസിയോതെറാപ്പി ആണ്. ഇത് 4 ഇയർ കോഴ്സാണ് പ്ലസ് 6 മന്ത് ഇന്റേൺഷിപ്പ് കൂടെ വരുന്നുണ്ട്. ഡിസബിലിറ്റീസ് ആൻഡ് ഇമ്പയർമെന്റ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളെയാണ് നമ്മൾ ഈ പറയുന്ന ഫിസിയോതെറാപ്പി കോഴ്സിൽ പറയുന്നത്. നെക്സ്റ്റ് BASLP, ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി. ഈ ഒരു കോഴ്സ് 3 ഇയർ കോഴ്സാണ് പ്ലസ് 10 മന്ത്സ് ഇന്റേൺഷിപ്പ് കൂടെ വരുന്നുണ്ട്. ഈ ഒരു കോഴ്സിൽ സ്പീച്ച് തെറാപ്പി അതുപോലെ തന്നെ കേൾവി സംബന്ധമായ രോഗങ്ങൾ, അതിന്റെ ചികിത്സാ രീതികൾ, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെ പറ്റി ഡീൽ ചെയ്യുന്ന ഒരു കോഴ്സാണ് നമ്മുടെ BASLP കോഴ്സ്. നെക്സ്റ്റ് കോഴ്സ് BCVT, ബാച്ചിലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി. ഇതും 3 ഇയർ കോഴ്സ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് ആണ് വരുന്നത്. ഈ ഒരു കോഴ്സിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതിന്റെ ചികിത്സാ രീതികൾ, അതിനുപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, അതിന്റെ വർക്കിംഗ് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. BSc ഡയാലിസിസ് ടെക്നോളജി. BSc ഡയാലിസിസ് ടെക്നോളജിയും 3 ഇയർ കോഴ്സ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് ആണ് വരുന്നത്. ഈ ഒരു കോഴ്സിൽ ആർട്ടിഫിഷ്യൽ കിഡ്നി, അതിന്റെ വർക്കിംഗ്, ദെൻ പ്യൂരിഫിക്കേഷൻ ഓഫ് ബ്ലഡ്, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ദി ലാസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് BOT, ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി. ഇതൊരു 4 ഇയർ കോഴ്സാണ് പ്ലസ് 6 മന്ത് ഇന്റേൺഷിപ്പ് കൂടെ വരുന്നുണ്ട്. ഈ ഒരു കോഴ്സിൽ അനാട്ടമി, ഫിസിയോളജി, സൈക്കോളജി, പാത്തോളജി, മൈക്രോബയോളജി പോലെയുള്ള ബയോളജി ബേസ്ഡ് മെഡിക്കൽ സബ്ജക്റ്റുകളുടെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇതൊക്കെയാണ് കേരളത്തിൽ എൻട്രൻസ് എക്സാം ഇല്ലാതെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന പ്രൊഫഷണൽ ഡിഗ്രി പാരാമെഡിക്കൽ കോഴ്സസ്. ഇനി നമുക്ക് എൻട്രൻസ് എക്സാം ഇല്ലാതെ പഠിക്കാൻ സാധിക്കുന്ന കേരളത്തിലെ ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളൊന്ന് പരിചയപ്പെട്ടാലോ? ആദ്യത്തെ ഡിപ്ലോമ കോഴ്സ് DPharm, ഡിപ്ലോമ ഇൻ ഫാർമസി. ദെൻ DHI, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ. ദെൻ DMLT, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. Then DRRT and DRT, Diploma in Radio Diagnosis and Radiotherapy Technology and Diploma in Radiological Technology. Then Diploma in Ophthalmic Assistant, Diploma in Dental Hygienics and a Diploma in Dental Mechanics. Operation Theatre and Anesthesia Technology, Cardiovascular Technology, Neurotechnology, then Dialysis Technology, Endoscopic Technology, Dental Operating Room Assistance, Respiratory Technology and Diploma in Central Sterile Supply Department Technology. ഇത്രയുമാണ് നമുക്ക് എൻട്രൻസ് എക്സാം ഇല്ലാതെ കേരളത്തിൽ പഠിക്കാൻ സാധിക്കുന്ന ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സസ്.
കേരളത്തിലെ വിവിധ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലുമാണ് ഈ കോഴ്സുകൾ ഉള്ളത്. ഈ കോഴ്സിലേക്ക് പ്രവേശനം നേടാനുള്ള യോഗ്യത +2 പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളിൽ നിങ്ങൾ സെപ്പറേറ്റ് 50% മാർക്ക് സ്കോർ ചെയ്തിരിക്കണമെന്നതാണ്. അഡ്മിഷൻ പ്രോസസ്സുകൾ നടക്കുന്ന സമയമാണ്. ചെറിയൊരു അശ്രദ്ധ കൊണ്ട് പോലും നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടമാവരുത്. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ ഇന്ത്യയിലെ ടോപ്പ് 10 മെഡിക്കൽ കോളേജസുമായി നമുക്ക് വൺസ് അഗെയിൻ കാണാം. ആൻഡ് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.